അങ്ങനെ വികസന മുഖം തുറക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. 11 മണിക്കാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ വേദിയിൽ ആരൊക്കെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. വേദിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ VD സതീശനുമൊക്കെ ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. 17 പേരാണ് വേദിയിൽ ഉണ്ടാവുക. അതിൽ ചടങ്ങിൽ സംസാരിക്കുക VN വാസവൻ, ഒപ്പം തന്നെ പിണറായി വിജയൻ, നരേന്ദ്രമോദി, അങ്ങനെ 3 പേർ മാത്രമായിരിക്കും ചടങ്ങിൽ സംസാരിക്കുക തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല തുടങ്ങിയ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സീറ്റ് ഇരിപ്പിടമായപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം അതിൽ ഇടം പിടിച്ചിരിക്കുന്നു, അല്ലേ? ജിൽസി, തീർച്ചയായും ഈ ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വന്നിരിക്കുന്നു. 10:30 കൂടി തന്നെ പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ടിൽ ഇറങ്ങും. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം വിഴിഞ്ഞം പോർട്ടിലേക്ക് എത്തുക. 25 മിനിറ്റ് ഈ പദ്ധതിയുടെ പ്രദേശം പൂർണ്ണമായി പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അദാനിയും അടക്കമുള്ള ആളുകൾ നോക്കിക്കാണും. അദ്ദേഹത്തിന് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് വിശദീകരിച്ച് കൊടുക്കും. കൃത്യം 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി വേദിയിലെത്തും. അതെല്ലാം തന്നെ കൃത്യമായ SPGയുടെ പ്രോട്ടോകോൾ പ്രകാരമാണ് ആ സമയം എല്ലാം. അതുകൊണ്ട് അതിൽ ഒരു മാറ്റവും വരാനുള്ള സാധ്യതയില്ല. 11:02 മുതൽ 11:05 വരെ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രിയായ VN വാസവൻ സ്വാഗത പ്രസംഗം നടത്തും. ഒരു 3 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്തുക. പിന്നീട് ഈ 11:10 മുതൽ 11:15 വരെ ആ സമയത്ത് ഈ തുറമുഖം ഈ ലോകത്തിന് മുൻപിൽ, രാജ്യത്തിന് മുൻപിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ്. അത് പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കും. പിന്നീട് 11:15 മുതൽ 12 മണി വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി സംസാരിക്കും. പിന്നീട് ഈ പ്രധാനമന്ത്രി സംസാരിക്കും. 45 മിനിറ്റാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക. 12 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. വേദിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഈ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ഈ മറ്റ് ഈ മന്ത്രിമാർ VN വാസവൻ, ഗൗതം അദാനി, കരൺ അദാനി, മേയർ ആര്യ രാജേന്ദ്രൻ, സ്ഥലം MP ശശി തരൂർ, സ്ഥലം MLA M വിൻസെന്റ്, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പേര് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. നേരത്തെ ഈ ജിൽസി സൂചിപ്പിച്ച പോലെ അത് വലിയ വിവാദമായിരുന്നു. അവസാനം അദ്ദേഹത്തെ ഉൾപ്പെടുത്തി, പക്ഷെ അദ്ദേഹം ഇന്ന് പങ്കെടുക്കാനുള്ള സാധ്യത ഇല്ല. ഈ കോഴിക്കോട് UDF യോഗം നടക്കുകയാണ്. അതിൻ്റെ അധ്യക്ഷനാണ് ഈ പ്രതിപക്ഷ നേതാവ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഈ കാരണം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഔദ്യോഗിക ഈ ഒരു വ്യക്തി എന്നല്ലാത്ത നിലയ്ക്ക് ഒരുപക്ഷെ ഈ രാജീവ് ചന്ദ്രശേഖരൻ മാത്രമായിരിക്കും ഉണ്ടാവുക. നിരവധി ചർച്ചകൾ, നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കൂടുതൽ നേതാക്കൾ എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. എന്നോടൊപ്പം ഈ മുൻ കേന്ദ്ര മന്ത്രിയും അതോടൊപ്പം തന്നെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ V മുരളീധരൻ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ ഒരു അഭിമാന പ്രൊജക്റ്റ് ആയിരിക്കുമല്ലോ വിഴിഞ്ഞം. എന്തായാലും ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി അത് സംസ്ഥാനത്തിന് എന്തെല്ലാം തരത്തിലുള്ളൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി വരുന്നതോടുകൂടി സ്വാഭാവികമായും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വലിയ കുതിപ്പുണ്ടാകും. അതിനെ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ, ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയോജനം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടും. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൽ കൂടി ഒരു വലിയ കാൽവെപ്പാകാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. പ്രത്യേകിച്ച് ടൂറിസത്തിൻ്റെ മേഖലയിലും അതുപോലെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ ഒരു ക്രൂ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയൊരു ആക്ടിവിറ്റിയാണ്. അത് വലിയ ഒരു വ്യവസായ സാധ്യതകളുള്ള, കൊമേഴ്ഷ്യൽ സാധ്യതകളുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിലെല്ലാം തിരുവനന്തപുരത്തിന് വളരെയേറെ പ്രയോജനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ പലതരത്തിലുള്ള ഗുണങ്ങൾ കേരളത്തിന് മുഴുവനായി കിട്ടും. ഇതിൻ്റെ ഇപ്പോൾ ഈ ചാമ്പ്യന്മാരാകാൻ ഈ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. പിണറായി വിജയൻ്റെ കാലത്താണ് ഈ 2 സർക്കാരുകളാണ് ഇത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയതെന്ന് പറയുന്നു. ഇപ്പോൾ BJP ആണെങ്കിൽ മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നു.
ഇതിൽ ഓരോ കാലത്ത് കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ ആ സർക്കാരുകൾക്ക് അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടാവും. തീർച്ചയായും അത് തന്നെയാണ്. ഓരോ കാലത്തും കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഒരു വികസനം അത് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു നേട്ടമായി ഉയർത്തി കാണിക്കാൻ കഴിയില്ല. മാറി മാറി വന്ന സർക്കാരുകൾക്കൊക്കെ അതിൽ ഒരു പങ്ക് അവകാശപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വാസ്തവം. വി മുരളീധരൻ അക്കാര്യം തന്നെയാണ്